ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ട്യൂഷനിലെ അഞ്ചുള്ള ഓഗൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. സ്കൂള് നാളെ തുറക്കുവാണ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലേ റൈഹു? ഇവിടെ ഒരാൾ എന്തോ പരിപാടിയിലാണ്. എന്തോ പരിപാടിയല്ല കേട്ടോ, ഇത്രയും ദിവസം സമയമില്ലായിരുന്നു. ഇന്ന് കുട്ടി ബെൽറ്റും ടൈയും ഷൂസും ഒക്കെ കഴുകി പറക്കി വെക്കാൻ പോവാണ്. ഇത്ര ദിവസം എവിടെയായിരുന്നു? എന്തായാലും നമ്മൾ കഴുകുന്നുണ്ട് കേട്ടോ. ബെൽറ്റും ടൈ ഷൂ ഈ മുതലായ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. റൈഹു ഇത്തവണ യൂണിഫോം മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലേ റൈഹു? യൂണിഫോമും ബുക്സും ഒക്കെ വാങ്ങിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ വാങ്ങിച്ചേക്കൊണ്ട് ഷൂസൊക്കെ കഴിഞ്ഞ പ്രാവശ്യം 2 തവണ വാങ്ങിച്ചല്ലേ. ഇത്തവണ വാങ്ങിക്കേണ്ടി വരുമായിരിക്കും, കാരണം എൻ്റെ കുഞ്ഞിന് എപ്പോഴും ഫുട്ബോൾ കളിച്ച് കൂടുതലാണ്. അപ്പോൾ തവണ ബാഗ് ചപ്പ് സാധനങ്ങളൊക്കെ അന്നമ്മയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്കൂള് ഫുട്ബോൾ കളിക്കുമ്പോൾ തട്ടുമ്പോൾ പൊട്ടുന്ന തന്നെ. അന്നുവിന് ഇന്നലെ പോയി വാങ്ങിച്ച് ബാഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇന്നലെ പോയി വാങ്ങിച്ചു. ഇന്നലെ കേട്ടോ ഞാൻ പോയത്, നേരത്തെ പോയി വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇന്നലെ പോയിട്ട് അവർക്കുള്ള വാങ്ങിച്ചു. സ്കൂള് മാറ്റിയിട്ടുണ്ടായിരുന്നു, റൈഹിൻ്റെ സ്കൂളിലോട്ടാക്കി. അപ്പോൾ ഇവിടെ തേച്ച് കഴുകുന്നതിൻ്റെ ശബ്ദം ഇതിനകത്ത് വരുന്നുണ്ട്, ഇച്ചിരി നേരം ഉണ്ടായിരിക്കുമോ? അപ്പോൾ ഇന്നിപ്പം ബുക്ക് ബൈൻഡിങ്ങും കാര്യങ്ങളും ഒക്കെയാണുള്ളത്. രാവിലെ റെഡി ആയിട്ട് നിൽക്കുന്നതെങ്കിൽ പോകുമൊന്നുമല്ല കേട്ടോ. രാവിലെ വീഡിയോ എടുക്കാണ്ടായിരുന്നു, ഹന്നത്തിലോട്ട് നമ്മൾ കുറച്ച് ഷോർട്ട് വീഡിയോസ് എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയതാണ്, അല്ലാണ്ടെങ്കിലും പോകുന്നൊന്നുമില്ല. രാവിലെ ചപ്പാത്തി, 1 റൗണ്ട് ചപ്പാത്തി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. അന്നു പള്ളിയിൽ പോയി. എല്ലാവർക്കും കൊടുത്തു എന്ന് വെച്ചാൽ 2 ബേബീസിന് കൊടുത്തു. ഇനി ഇക്ക ഇപ്പോൾ വരും, അപ്പം വീണ്ടും നമ്മൾ അടുക്കളയിലേക്ക് പോകണം. ഇനി ഇന്നൊരു തട്ടിക്കൂട്ട് എന്തെങ്കിലും ഒരു പരിപാടിയിൽ ചോറ് വെക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് ജോലിയുണ്ട് കേട്ടോ. യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. റൈഹുവിൻ്റെ കാര്യം പറഞ്ഞ കണക്ക് 2 മാസത്തെ സമയം ഉണ്ടായിരുന്നു, പക്ഷേ ഞാനിതുവരെ യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. പുറത്ത് കൊടുത്തല്ല കേട്ടോ, ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കോമഡി എന്താണെന്ന് വെച്ചാൽ യൂണിഫോം സ്റ്റിച്ചിങ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് റൈഹുവിന് ഞാൻ പാൻറ്റ് തയ്ക്കുന്നത് അല്ലേ റൈഹു? ആദ്യത്തെ തവണയാണ് തയ്ക്കുന്നത്. ഫസ്റ്റ് തയ്ച്ചപ്പോഴത്തേക്കും റൈഹു ചോദിച്ചു വീട്ടിയപ്പാക്ക് ഇടാനുള്ളതാണോ എന്ന്. നല്ലപോലെ വലുതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിനെ അഴിച്ച് പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, ഇനി അത് ശരിയാക്കണം. ഇന്നലെ ഞാൻ ഇന്ന് പോയിട്ട് ബാഗ് വാങ്ങിക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ എലാസ്റ്റിക് ഉണ്ടായിരുന്നില്ല, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ വൈകിട്ട് ഞാൻ കല്ലമ്പലത്ത് പോയത്. അപ്പോൾ എലാസ്റ്റിക്കും ബാഗും എല്ലാം കൂടെ വാങ്ങിച്ചിട്ട് വരാമെന്ന്. എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. മെയിനായിട്ട് വാങ്ങിക്കാൻ പോയ കാര്യം ഞാൻ മറന്നിട്ടൊന്നും എലാസ്റ്റിക് മേടിച്ചില്ല. പിന്നെ ഇക്കായെ പറഞ്ഞിട്ട് രാത്രി എലാസ്റ്റിക് മേടിച്ച് വെച്ചേക്കാം. ഞാൻ അത് ചെയ്യണം. അനുവിൻ്റെ യൂണിഫോമിൻ്റെ മോഡലും കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ഒരു പിടിയില്ല. ഞാൻ യൂണിഫോം സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അതായത് റൈഹുവിൻ്റെയൊക്കെ ഇതുവരെയുള്ള എല്ലാ യൂണിഫോം ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഇതുവരെ അവർക്ക് ഹാഫ് പാൻറ്റ് ആ ഒരു സംഭവമായിരുന്നു. ഇപ്പോഴല്ലേ ഈ വർഷം തൊട്ടാണ് പാൻറ്റ്. അപ്പോൾ ആദ്യമായിട്ടാണ് പാൻറ്റ് ചെയ്യുന്നത്. പിന്നെ അന്നുവിന് മറ്റേ ഷർട്ടും ബിനോഫോം ആ ഒരു സംഭവമായിരുന്നു. ഇത്തവണത്തെ അവരുടെ ഷർട്ടിന് ചെറിയൊരു മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആളിച്ചിരിയേ ഉള്ളൂ അന്നമ്മ, അതുകൊണ്ട് അവളതും തയ്ച്ചപ്പോൾ ഇത്തിരി വലുതായി പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അവിടെ ഇവിടെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിലും ചെയ്യും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഞാൻ ഇതിന് മുന്നേയൊക്കെ പുറത്ത് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഷർട്ടും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ ബിനോഫോം ആ ഒരു സംഭവമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. അതും ബോയ്സിൻ്റെ ഇതുമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാൻറ്റ് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്ന് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ അതിനെ കുറച്ച് അഴിച്ച് പണിത് ശരിയാക്കാനായിട്ടുണ്ട്. പിന്നെ വീട്ടിൻ്റെ പുട്ടിയിടലും പരിപാടികളൊക്കെ കഴിഞ്ഞ് കേട്ടോ. ഒന്ന് ഫ്രീ ആയിപ്പോൾ കുറേ പൊടി, ഭയങ്കര പൊടിയാണല്ലോ അത് കഴിഞ്ഞിട്ട്. അതൊക്കെ ഒന്ന് തൂത്ത് വരണം. 2 റൂമും ബാത്റൂമും ക്ലിയർ ചെയ്തു. ഇനി ബാക്കി ഫുള്ളങ്ങനെ അലമ്പായിട്ട് കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വാരി വൃത്തിയാക്കണം. എന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള സംവിധാനം ഇതിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പുറത്ത് നടക്കൂല. അതുപോലെ തന്നെ ഒതുക്കി പറക്കാൻ കുറേ കിടക്കും. നമ്മൾ ഗോഡൗണൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറേ കിടക്കുന്നു. ഗോഡൗൺ നോക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് എന്താണെന്ന് തോന്നും, നമ്മൾ ഹെയർ അക്സസറീസിൻ്റെ മെറ്റീരിയൽസിൻ്റെ സെയിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ്. ഹന്നത് ഫാഷൻ ടെക് ചാനൽ കാണുന്നവർക്ക് അറിയാനായിട്ട് പറ്റും. ഹെയർ അക്സസറീസിൻ്റെ മേക്കിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ സെയിലും ഒക്കെ നടത്തുന്നുണ്ട്. ഒരു കുട്ടി ബിസിനസ്. അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങളെല്ലാം കൂടിയിട്ട് ഇങ്ങനെ കിടക്കുക. അത് സ്റ്റോക്ക് ഒഴിക്കലാണ് ഇപ്പോൾ പരിപാടി. ഏതാണ്ടൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇനി ന്യൂ സ്റ്റോക്ക്, ന്യൂ സംഭവങ്ങൾ, ന്യൂ ഐറ്റംസ് ഒക്കെ എടുക്കണം. പുതിയ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ ഉണ്ട്. കഴിഞ്ഞോടാ? ഇല്ല, പനിയായിരുന്നു എൻ്റെ കുഞ്ഞിന് അല്ലേ? 2-3 days ആയിട്ട് പനിയായിരുന്നു. 2-3 ദിവസമായി പള്ളിയിലൊക്കെ പോയിട്ട്. ഇന്നിപ്പോൾ കുറവുണ്ട്.
കുഴപ്പമില്ല. എന്താ മഴയില്ലായിരുന്നു, അവർക്ക് വെക്കേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം അതിലൊക്കെ പോയി നനഞ്ഞിട്ടൊക്കെ ചെറുതായിട്ട് പനി വന്നു. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ ഒതുക്കിയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. കുറച്ച് ബുക്ക് ബൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ സമയത്ത് കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതാണ് കേട്ടോ. ഒരു കുട്ടി ബിരിയാണിയും എഗ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നേരെ ഞാൻ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. മുഴുവൻ പൊടിയും പിന്നെ ഇങ്ങനെ എന്താണ് ആ ഒരു പ്രൈമറും കാര്യങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആയുധങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. ഈ സ്റ്റെയർ ഇത്രയും ഭാഗം ഞാൻ ചെയ്തു കേട്ടോ. ഇനി കുറച്ച് മുകളിലോട്ട് ചെയ്യാനുണ്ട്. മൊത്തത്തിൽ ചെയ്യാനായിട്ടുണ്ട്. 2 റൂം നേരത്തെ ഞാൻ ചെയ്തായിരുന്നു, അതായത് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 ആയുധങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ റൈഹു ഇക്കായും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പലരും പല വഴിക്ക് പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ക്ലിയർ ചെയ്യട്ടെ. ജോലികളൊക്കെ തീർന്ന് ഇപ്പോൾ സമയം 8:30 മണി കഴിഞ്ഞു കേട്ടോ. 9 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ അന്നമ്മേൻ്റെ കുളിയും ജപമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. ബാക്കി വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചൊന്നും നടന്നില്ല കേട്ടോ. നല്ല ടയേർഡായി. വീട് മൊത്തത്തിലൊന്നും തേച്ച് കഴുകലും പരിപാടികളൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ച് മാത്രമേ ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ പെയിൻറ്റ് വീണ് കിടന്നിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അത് ഇളക്കാൻ വേണ്ടിയിട്ട്. പിന്നെ യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതും ചെയ്ത് ഒക്കെ പാടെ എനിക്ക് നല്ല ബാക്ക് പെയിൻ എടുക്കാൻ തുടങ്ങി. ഇപ്പോഴങ്ങോട്ട് തീർന്നേ ഉള്ളൂ. അവിടെ വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല. ബാക്കി പരിപാടികളൊക്കെ പടപടി ഞാൻ തീർത്തു. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. നാളെ സ്കൂൾ ഓപ്പണിംഗ് ഡേ ആണല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇൻഷാ അല്ലാഹ് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. പറ്റുമെങ്കിൽ എടുക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം.